الحمد لله رب العالمين. الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أيها الناس أوصيكم وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. ذلك الفضل من الله وكفى بالله عليما. സ്നേഹം ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കൃത്യമായി പാലിച്ച് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കാൻ കഴിവിൻ പരമാവധി പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ അവൻ നമുക്ക് അവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ദീനാവുന്ന ഇസ്ലാം, അവൻ്റെ കാരുണ്യം കൊണ്ട് അവൻ നമ്മെ അത് നൽകി അനുഗ്രഹിച്ചു. എല്ലാ മനുഷ്യരും ജനിച്ചു വീഴുന്നത് ശുദ്ധപ്രകൃതിയിലാണെന്നും, അതായത് ഇസ്ലാമിനെ സ്വീകരിക്കാനുള്ള പാകത്തിലാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതിനോടൊപ്പം തന്നെ നമുക്കല്ലാഹു ആ ദീനിൻ്റെ ആ ശുദ്ധ പ്രകൃതിയുടെ ആ മാർഗത്തിലൂടെ സഞ്ചരിക്കാനുള്ള അവസരം നമുക്ക് നൽകി. മാതാപിതാക്കളാണ് പല വഴിക്ക് തിരിച്ചുവിടുന്നതെന്ന് പറഞ്ഞതിൽ അള്ളാഹു നമ്മുടെ മാതാപിതാക്കളെ ഈ വഴിയിലൂടെ തിരിച്ചുവിടാൻ, അങ്ങനെയുള്ള മാതാപിതാക്കളുടെ സന്തതികളായി മാറാൻ നമുക്ക് അവസരം ലഭിച്ചത് അള്ളാഹുവിൻ്റെ അളവറ്റ അനുഗ്രഹമാണ്. അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരെയും നമ്മെയും അള്ളാഹു ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ബദ അൽ ഇസ്ലാമു ഗരീബ വസയഊദു കമാ ബദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി ഇങ്ങനെ കാണാൻ കഴിയും. ഇസ്ലാമിൻ്റെ തുടക്കം അത് ഗരീബായിക്കൊണ്ടാണ്. ഗരീബ് എന്ന് പറഞ്ഞാൽ പരിചിതമല്ലാത്ത, കൂടുതൽ ആളുകളൊന്നും സ്വീകരിക്കാൻ സന്നദ്ധമല്ലാത്ത,
ഒരുപാട് പരിചാരങ്ങളൊന്നുമില്ലാത്ത അവസ്ഥയിലാണ് ഇസ്ലാമിൻ്റെ തുടക്കം തന്നെ. നമുക്കറിയാം 23 വർഷത്തിൽ 13 വർഷവും മക്ക കാലഘട്ടമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനം ആ ജനത അംഗീകരിക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, അവർ അദ്ദേഹത്തെ വധിച്ചു കളയാനും തീരുമാനിക്കുകയും പല വിധേനയുള്ള പീഡനങ്ങളും അക്രമങ്ങളും ആ മഹാപ്രവാചകനെതിരെ തിരിച്ചുവിടുകയും ചെയ്തിട്ടുണ്ട് മക്കക്കാർ. അപ്പോൾ ഗരീബായി കൊണ്ടാണ് ഈ ദീൻ വന്നത് എന്നത് വളരെ വ്യക്തമാണ്. നബി പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, വസയഊദു കമാ ബദഅ. അവസാന ഘട്ടമാകുമ്പോഴേക്കും ഈ ദീനിൻ്റെ അവസ്ഥയും അങ്ങനത്തെ ഒരു കാലാവസ്ഥയിലേക്ക് അത് മടങ്ങുക തന്നെ ചെയ്യും. ഈ ദീനിനെ ഉൾക്കൊള്ളാൻ അതിൻ്റെ വിശ്വാസങ്ങളും അതിൻ്റെ കർമ്മങ്ങളും അതിൽ പറയപ്പെട്ട നിയമങ്ങളൊന്നും അനുസരിക്കാൻ ആളുകളില്ലാതെ അത് പഴയ ഒരവസ്ഥയിലേക്ക്, തുടങ്ങിയ അവസ്ഥയിലേക്ക് അത് തിരിച്ചു പോവുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. ഫതൂബ ലിൽ ഖുറബ. അള്ളാഹുവിൽ നിന്നുള്ള എല്ലാ അനുഗ്രഹങ്ങളും സന്തോഷങ്ങളും ഖുറബാക്കൾക്കാണ്. അഥവാ വളരെ കുറച്ച് ആളുകൾ മാത്രമേ അതിനെ ഉൾക്കൊള്ളുകയും അംഗീകരിക്കുകയും അതിനെ സ്വീകരിക്കുകയും ചെയ്യുന്ന ആളുകളുള്ളൂ എന്ന് പറഞ്ഞ കൂട്ടത്തിൽ വളരെ കുറഞ്ഞ ആളുകൾ അവസാന സമയമാകുമ്പോൾ അതിനെ അംഗീകരിക്കുകയും അതിൻ്റെ നിയമകൽപ്പന നിർദ്ദേശങ്ങളെല്ലാം അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന വളരെ കുറച്ച് ഗരീബുകൾ, ഉറബാക്കൾ ഉണ്ടാകും. വഹും അവർ അല്ലദീന യുസ്ലിഹൂന മാ അഫ്സദന്നാസു മിൻ ബഅദി മിൻ സുന്നത്തി. അവസാന കാലഘട്ടത്തിലുള്ള ഉറബാക്കൾ എന്ന് പറയുന്നത് ഒരു കൂട്ടരാണ്. അല്ലദീന യുസ്ലിഹൂന മാ അഫ്സദന്നാസ്, ആളുകൾ നശിപ്പിച്ചു കളഞ്ഞ, ആളുകൾ ഉപേക്ഷിച്ച, ആളുകൾ തള്ളിക്കളഞ്ഞ ദീനിൻ്റെ എല്ലാ കൽപ്പനകളും നിയമനിർദ്ദേശങ്ങളും നന്നാക്കി അതിലൂടെ ജീവിക്കാൻ തയ്യാറുള്ള കുറച്ച് ആളുകൾ മാത്രം അന്നുണ്ടാകും. അങ്ങനത്തെ ഒരവസ്ഥയിലേക്ക് ദീൻ മടങ്ങുകയും ചെയ്യും. മിൻ ബഅദി മിൻ സുന്നത്തി, എനിക്ക് ശേഷം എൻ്റെ സുന്നത്തിൽ നിന്നും അവർ മുറുകെ പിടിക്കുകയും അതനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു സംഘം അന്നുണ്ടാവും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൻ്റെ ആ ഉറബാക്കളുടെ കൂട്ടത്തിൽ ആകാനുള്ള ഒരു മഹാഭാഗ്യം നമുക്ക് ലഭിച്ചാൽ അൽഹംദുലില്ലാഹ്, നാം രക്ഷപ്പെട്ടു. നമ്മുടെ വേഷങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ പേരുകളോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടുപേരോ അല്ലെങ്കിൽ നാട്ടുപേരോ ഒന്നുമല്ല അള്ളാഹുവിൻ്റെ അടുക്കൽ പരിഗണിക്കുന്നത്. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തനുസരിച്ചുള്ള അള്ളാഹുവിൻ്റെ കൽപ്പനയനുസരിച്ചുള്ള നമ്മുടെ ജീവിതമാണ് ത്രാസിൽ ഭാരം തൂങ്ങുന്ന കർമ്മമായി അള്ളാഹു സ്വീകരിക്കുന്നത്. അതുകൊണ്ട് നാശമായ ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ കൽപ്പനകളും ഇസ്ലാമിൻ്റെ നിയമനിർദ്ദേശങ്ങളും നബിയുടെ തിരുസുന്നത്തും എല്ലാം തേടിപ്പിടിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും അതിലേക്ക് നമ്മുടെ വേണ്ടപ്പെട്ടവരെയൊക്കെ ഏതെല്ലാം നിലയിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റുമോ ആ നിലയിലുള്ള പരിശ്രമങ്ങൾ നടത്തുകയും ചെയ്യുക. ومن يطع الله والرسول فاولئك مع الذين انعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن اولئك رفيقا. അല്ലാഹുവിനെയും അവൻ്റെ റസൂലിനെയും ആര് ഇതാഅത്ത് അനുസരിച്ച് അവരുടെ കൽപ്പനകൾ അനുസരിച്ച് മുന്നോട്ട് പോകുന്നു, ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അവർ അള്ളാഹു അനുഗ്രഹിച്ച ആളുകളോടൊപ്പം ആയിരിക്കും. ആരാണ് അനുഗ്രഹം കിട്ടിയവർ? നബിമാർ, സിദ്ദീഖുകൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ. വഹസുന ഉലൈക റഫീഖ, അവരാണ് നല്ല ചങ്ങാതിമാർ, കൂട്ടുകാർ. അപ്പം ഈ ഖുറബാക്കളെ പറ്റി
ഈ ഖുറബാക്കൾ ആരാണെന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞത് നബിമാരാണ്, സുദ്ദീഖുകളാണ്, ശുഹദാക്കളാണ്, സ്വാലിഹുകളാണ്. ഇവരോടൊപ്പം ചേരാനും ഇവരുടെ വഴി ഉൾക്കൊള്ളാനും ഒന്നേ മാർഗമുള്ളൂ, അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും നാം അനുസരിക്കുക. അവരുടെ കൽപ്പനകൾ അനുസരിച്ചായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാം. എത്ര കയ്പ് നമുക്ക് നേരിടേണ്ടി വന്നാലും, എതിർപ്പ് നേരിടേണ്ടി വന്നാലും അതിനെയെല്ലാം സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും കീഴിലുള്ള അടിസ്ഥാനപരമായ ജീവിതമായിരിക്കണം നാം തിരഞ്ഞെടുക്കേണ്ടത് എല്ലാ സന്ദർഭങ്ങളിലും. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത്തഖിൽ മഹാരിമ തകുൻ അഅ്ബദന്നാസ്. ഹറാമുകൾ മുഴുവനും നീ സൂക്ഷിക്കണം, എന്നാൽ നീ ആയിത്തീരും അഅ്ബദന്നാസ്, ജനങ്ങളിൽ വച്ച് ഏറ്റവും വലിയ ആബിദ്. ഒരു മനുഷ്യൻ ഏറ്റവും വലിയ ആബിദാവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന കാര്യം ഹറാമുകളെ സൂക്ഷിക്കുക എന്നതാണ്. കണ്ണുകൊണ്ടുള്ള, കാലുകൊണ്ടുള്ള, കൈകൾ കൊണ്ടുള്ള, സമ്പത്ത് കൊണ്ടുള്ള, സ്വഭാവം കൊണ്ടുള്ള എല്ലാ വിധേനയും ഇസ്ലാം നിരോധിച്ച കാര്യങ്ങളെ നാം സൂക്ഷിക്കണം. ഇത്തഖിൽ മഹാരിമ, ഹറാമുകളെ നീ സൂക്ഷിക്കുക. തക്കുൻ, നീ എന്നാൽ ആയിത്തീരും അഅ്ബദന്നാസി, ജനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ആബിദ്, ഏറ്റവും വലിയ ഇബാദത്തുകാരൻ. ഹറാമുകളെ സൂക്ഷിക്കാതെ ഒരു മനുഷ്യന് ആബിദാവാൻ, നല്ലൊരു മുസ്ലിം ആവാൻ, നല്ലൊരു മുഅ്മിനാവാൻ സാധ്യമല്ല. വർള ബിമാ ഖസമല്ലാഹു ലക്, അള്ളാഹു നിനക്ക് ഓഹരി ചെയ്ത് അള്ളാഹു നിനക്ക് നൽകിയതെന്തോ അതിൽ നീ സംതൃപ്തി അടയുക. അള്ളാഹു നൽകിയതിൽ സംതൃപ്തി അടയാതിരിക്കുമ്പോഴാണ് ഹറാമുകളിലേക്ക് നാം ഏർപ്പെടേണ്ടി വരുന്നത്. കൃത്രിമങ്ങൾ ചെയ്യാനും, കളവുകൾ പറയാനും, കളവുകൾ ചെയ്യാനും, പൂഴ്ത്തിവയ്പ്പിനും, പലിശയിലേക്കും അക്രമത്തിലേക്കും എല്ലാം നമ്മെ എത്തിക്കുന്നത് അള്ളാഹു നമുക്ക് കിസ്മത്ത് ചെയ്ത, ഓഹരി ചെയ്ത് തന്നതിൽ നാം സംതൃപ്തനല്ലാത്തത് കൊണ്ടാണ് കൂടുതൽ വെട്ടിപ്പിടിക്കാനും വലിയ വലിയ നിസാരമായ അധികാര സ്ഥാനത്തേക്ക് ചെല്ലാനും, അതുപോലെ തന്നെ അയൽവാസികളെയും സ്നേഹിതന്മാരെയും വിഷമിപ്പിക്കാനും, ഭാര്യയെയും മക്കളെയും പ്രയാസപ്പെടുത്താനും ഒക്കെ നമുക്ക് അവസരങ്ങൾ നൽകുന്നത് സംതൃപ്തിയുടെ കുറവാണ്. ഖനാഅത്ത്, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക എന്നത് ഇല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ന് സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ വിപത്ത്. അതുകൊണ്ടാണ് ഹറാമുകളിലേക്ക് നാം ഒക്കെ ചെന്ന് ചാടുന്നത്. അതിലാണ് നബി പറഞ്ഞത്, ഹറാമുകളെ സൂക്ഷിച്ചാൽ നിനക്ക് നല്ലൊരു മനുഷ്യനായി തീരാൻ കഴിയും, വലിയൊരു ഇബാദത്ത് ആബിദായി തീരാൻ കഴിയും എന്ന് പറഞ്ഞത്. അള്ളാഹു നിനക്ക് നൽകിയത് കൊണ്ട് നീ തൃപ്തിപ്പെട്ടാൽ തക്കുൻ, നീ ആയിത്തീരും അഗ്നന്നാസ്, ജനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ മുതലാളി. എല്ലാവർക്കും അതാണല്ലോ ആഗ്രഹം, വലിയ മുതലാളിയാവണം, വലിയ ധനാഢ്യനാവണം, വലിയ സമ്പന്നനാകണം. ആളുകൾ ഏതെല്ലാം മേഖലകളിലൂടെ കൃത്രിമപരമായി സമ്പാദിക്കുകയും അല്ലെങ്കിൽ കൃത്രിമപരമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു, അതിനെല്ലാത്തിൻ്റെയും ലക്ഷ്യം അവന് ഏറ്റവും വലിയ ഖനീയ്, ധനാഢ്യൻ, സമ്പന്നൻ ആവണമെന്നതാണ്. എന്നാൽ നബി പഠിപ്പിക്കുന്ന സമ്പന്നൻ എന്നത് സമ്പത്ത് കൊണ്ടോ അല്ലെങ്കിൽ കുറേ ബിൽഡിങ്ങുകൾ കൊണ്ടോ വാഹനങ്ങൾ കൊണ്ടോ ഉള്ള സമ്പന്നതയല്ല. ഏതുപോലെ മുൻപൊരിക്കൽ നബി പറഞ്ഞത് നമുക്കറിയാം, നിങ്ങളിൽ വച്ച് ഏറ്റവും മല്ലൻ, ശക്തൻ, ആരോഗ്യവാൻ ആരാണ്? മറ്റൊരാളെ കായിക ബലം കൊണ്ട് അടിച്ചിരുത്തുന്നവനോ ഇടിച്ചൊതുക്കുന്നവനോ മലർത്തി അടിക്കുന്നവനോ അല്ല. നബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ദേഷ്യം ശക്തമായി വരുമ്പോൾ അതിനെ വിഴുങ്ങുന്നവനാണ്. ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വൽ കാളിമീനൽ ഗൈള വൽ ആഫീന അനിൻ നാസ്. ദേഷ്യം വിഴുങ്ങുക, ഒതുക്കുക.
ഇവനാണ് ഏറ്റവും വലിയ ശക്തൻ, ബലവാൻ എന്നതുപോലെ ഏറ്റവും വലിയ സമ്പന്നൻ ആരാണെന്ന് റസൂൽ പഠിപ്പിച്ചത് അള്ളാഹു നമുക്ക് തീരുമാനിച്ചതെന്തോ അതിൽ സംതൃപ്തി അടയുക എന്ന് വിചാരിച്ച് ഒരു ഹലാലായ ഒരു മാർഗത്തിലേക്ക്, കച്ചവടങ്ങളിലേക്ക്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു തൊഴിലിലേക്ക് ഇറങ്ങണ്ട എന്നല്ല. ഹലാലായ നിലയിൽ, ത്വയ്യിബായ നിലയിലുള്ള ബിസിനസ്സും കച്ചവടവും ഭക്ഷണവും ഇസ്ലാം നമ്മോട് നിർബന്ധമായും കൽപ്പിക്കുന്നതാണ്. പക്ഷേ അത് തേടിപ്പിടിക്കുമ്പോൾ അതിലേക്ക് ഹറാമുകൾ കടന്നു വരാതെ സൂക്ഷിക്കുക എന്നതാണ് നമ്മോട് ദീൻ കൽപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ജനങ്ങളിൽ വച്ച് ഏറ്റവും വലിയ സമ്പന്നനാകാൻ നിനക്ക് താല്പര്യമുണ്ടോ? എന്നാൽ സംതൃപ്തി എന്ന ഖനാഅത്ത് ഉള്ളതുകൊണ്ട് സംതൃപ്തി അടയുക എന്ന ഒരു വിശ്വാസവും ഒരു കർമ്മവും നിന്നിലുണ്ടെങ്കിൽ നീ ഏറ്റവും വലിയ മുതലാളിയാണ്. ആരെല്ലാം നിന്നെ തൊഴിലാളിയെന്നോ പാവപ്പെട്ടവനെന്നോ ഗതിയില്ലാത്തവനെന്നോ എന്നൊക്കെ പറഞ്ഞാലും നീ അതിൽ വിഷമിക്കേണ്ടതില്ല. നീ വലിയ ധനവാന്യൻ തന്നെയാണ്. വഅഹ്സിൻ ഇലാ ജാരിക, നിന്റെ അയൽവാസികളോട് നീ നല്ല നിലയിൽ പെരുമാറുക. തക്കുൻ മുഅ്മിന, നീ നല്ലൊരു മുഅ്മിനായി തീരും. വളരെ കൃത്യമായ, എന്നാൽ ഇന്ന് ഇല്ലാത്ത കാര്യങ്ങളാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. അന്നുള്ളവരോടാണ് പറഞ്ഞതെങ്കിലും ഇന്നുള്ള നമുക്കാണ് ഇതെല്ലാം കുറിക്കുകൊള്ളുന്നത്. നമ്മുടെ അയൽപക്കക്കാരോട്, നമ്മുടെ അയൽവാസികളോട്, അത് ബന്ധത്തിലുള്ളതാകട്ടെ അല്ലാത്തതാവട്ടെ, മുസ്ലിമാകട്ടെ അല്ലാത്തതാകട്ടെ, അയൽവാസികളോട് നല്ല നിലയിലുള്ള പെരുമാറ്റം നിന്റെ ഈമാനിൻ്റെ ലക്ഷണമായി തെളിവായി നബി പഠിപ്പിക്കുന്നു. നിസ്കരിച്ചതുകൊണ്ടും നോമ്പനുഷ്ഠിച്ചതുകൊണ്ടും വേറെ സൽക്കർമ്മങ്ങളൊന്നും ചെയ്തതുകൊണ്ട് കാര്യമില്ല. നീ അയൽവാസിക്ക് ശല്യക്കാരനാണെങ്കിൽ. ഒരിക്കൽ റസൂൽ പറഞ്ഞില്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ സംശയിച്ചു പോയി, സമ്പത്തിൻ്റെ ഓഹരി പോലും അനന്തരമായി അയൽവാസികൾക്ക് കൊടുക്കാൻ അള്ളാഹുവിൻ്റെ കൽപ്പന വരുമോ എന്ന്. അത്ര കണ്ട് എന്നോട് അയൽവാസികളോടുള്ള കടപ്പാടുകളെ പറ്റി ജിബ്രീൽ അലൈഹിസ്സലാം ഉപദേശിച്ചു കൊണ്ടേയിരുന്നു അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം. അപ്പം വിശ്വാസികളെ, നമ്മളൊക്കെ മുസ്ലിങ്ങളാണ്, മുഅ്മിനുകളാണ് എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മുടെ അയൽവാസി നമ്മെ സംബന്ധിച്ച് എന്തു പറയുന്നു എന്നതാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ദീനിൽ നാം മുഅ്മിനാണോ എന്ന് പരിഗണിക്കുന്നതിൻ്റെ മാർക്കിടുന്നതിനുള്ള പരീക്ഷാഫലം അവിടെയാണ്. ഞാൻ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല ഞാനൊരു മുഅ്മിനാണെന്ന്. എൻ്റെ അയൽവാസി എന്നെ സംബന്ധിച്ച് എന്തു പറയുന്നു അതാ പരിഗണിക്കുക. വളരെ ഗൗരവമുള്ളതാണ്. ഇതെല്ലാം ഹറാമുകളെ സൂക്ഷിച്ചാൽ നീ ഒരു ആബിദാവും എന്ന് ആദ്യമേ പ്രവാചകൻ പറഞ്ഞതിൻ്റെ തുടർ ഭാഗങ്ങളാണിതെല്ലാം, ഉപവകുപ്പുകളാണ്. അപ്പോൾ അയൽവാസികളോടുള്ള പെരുമാറ്റം ആണ് തീരുമാനിക്കുന്നത് നീ മുഅ്മിനാണോ മുഅ്മിനല്ലാത്തവനാണോ എന്ന്. വഅഹിബ്ബ ലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക്, നിനക്കെന്തെല്ലാം ഉണ്ടാകണം, വേണം എന്ന് നീ ആഗ്രഹിക്കുന്നോ അതെല്ലാം നിന്റെ അയൽവാസിക്കും ജനങ്ങൾക്കും ഉണ്ടാകണം എന്ന് നീ കൊതിക്കുമ്പോഴാണ്, ഇഷ്ടപ്പെടുമ്പോഴാണ് നീ നല്ല ഒരു മനുഷ്യനായി തീരുക. അതായത് തക്കുൻ മുസ്ലിമ. നിന്നെ ഒരു മുസ്ലിം എന്ന് പറയാൻ കഴിയണമെങ്കിൽ നിനക്ക് എന്തൊക്കെ ഉണ്ടാകാൻ നീ ആഗ്രഹിക്കുന്നോ അതെല്ലാം നിന്റെ അടുത്ത കൂട്ടുകാരനും നിന്റെ അയൽവാസികൾക്കും നിന്റെ മറ്റു ജനങ്ങൾക്കും ഉണ്ടാകണമെന്ന് നീ ആഗ്രഹിക്കുന്നെങ്കിൽ നീ ഒരു നല്ല മുസ്ലിമാണ്. അതിന് നമ്മുടെ എല്ലാവരുടെയും ബഹുഭൂരിഭാഗത്തിൻ്റെയും ചിന്താഗതി എന്താ? എനിക്ക് മാത്രം കിട്ടണം, വേറെ ആർക്കും കിട്ടരുത്. കച്ചവടക്കാരനാണെങ്കിൽ അവൻ്റെ വിചാരം എന്താ? എൻ്റെ കടയിൽ മാത്രം നല്ല തിരക്കുണ്ടാവണം, എൻ്റെ പെട്ടി മാത്രം നിറയണം, മറ്റവനെല്ലാം ഈച്ചയാട്ടിയിരിക്കണം. വീട് പണിയുമ്പോഴുള്ള ഉദ്ദേശം എന്താ?
എൻ്റെ വീടായിരിക്കണം ഏറ്റവും വലുതും നല്ലതും ഭംഗിയുള്ളതും. എത്ര പൈസയാണ് അതിനു വേണ്ടി ദുർവിനിയോഗം ചെയ്യുന്നത്? എത്ര ആളുകളാണ് അങ്ങനെ പണിത് കടക്കാരനായി വിറ്റ് നിലവിൽ വാടകയ്ക്ക് പോലും കിടക്കാൻ പൈസ ഇല്ലാതെ നെട്ടോട്ടം ഓടുന്നത്? എൻ്റെ വാഹനമായിരിക്കണം മറ്റവനേക്കാൾ, അല്ലെങ്കിൽ ഈ നാട്ടിലുള്ളതിനേക്കാൾ ഏറ്റവും ഉന്നതമായത്. ഇങ്ങനെ ആളുകൾ വ്യത്യസ്തങ്ങളായ നില എല്ലാം എനിക്ക് മാത്രം, എൻ്റെ കുടുംബത്തിൽ മാത്രം ഉണ്ടാകണം എന്ന ഒരു ദുർചിന്ത. അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു മുസ്ലിമിൻ്റെ ചിന്തയല്ല. ഒരാൾ മുസ്ലിമാണോ എന്ന് പരിഗണിക്കുന്നത് അവന് മറ്റുള്ളവരോടുള്ള സമീപന രീതി അനുസരിച്ചാണ്. വലാ തുക്സിരിൽ ലഹ്ക, നീ ഒരുപാട്, ചിരി എന്നാണ് വാക്കിൻ്റെ നേരിട്ടർത്ഥമെങ്കിലും ഒരുപാട് നീ കളി തമാശകളുമായി ഏർപ്പെടേണ്ടതില്ല. കളിയും വിനോദവും തമാശയും നേരം പോക്കുമായി നീ നിന്റെ സമയം കൂടുതലായി ചെലവഴിച്ചാൽ തീർച്ചയായും നിന്റെ ഹൃദയത്തെ അത് മരിപ്പിച്ചു കളയും. ഉദ്ദേശിക്കുന്നത് നല്ല കാര്യങ്ങൾ നിനക്ക് കേൾക്കാനോ നല്ല കാര്യങ്ങൾ ചെയ്യാനോ നല്ലത് പ്രവർത്തിക്കാനോ നിനക്ക് തോന്നുകയേയില്ല. ശരിയാ. ഇപ്പം നിലവിൽ അന്താരാഷ്ട്ര അടിസ്ഥാനത്തിൽ നടക്കുന്ന കളികളുമായി ബന്ധപ്പെട്ട് നമ്മുടെയൊക്കെ കുട്ടികളും അല്ലാത്തവരും അവരുടെ അവസ്ഥ എന്താ? കളിതമാശകളിലായി ഏർപ്പെട്ട അവരുടെ ഹൃദയം നന്മ ഉൾക്കൊള്ളാൻ കഴിയാത്ത നിലയിൽ മരിച്ച അവസ്ഥയിലാണ്. ഇപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഉപദേശം, ദീൻ എന്നത് ഗരീബായി കൊണ്ട് ആരും സ്വീകരിക്കാനില്ലാതെ ഇവിടെ വന്നു, അങ്ങനെ തന്നെ മടങ്ങും, അതിൽ നിന്നും രക്ഷപ്പെട്ടവർ നല്ല ആളുകൾ ഗുറബാക്കളാണ്. ഗുറബാക്കൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എൻ്റെ വഫാത്തിന് ശേഷം എൻ്റെ സുന്നത്തിൽ നിന്നും മരിച്ചുപോയതിനെ പുനരുജ്ജീവിപ്പിക്കുന്നവരാണ്. ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും സഹോദരങ്ങളെ, റസൂലിൻ്റെ സുന്നത്തിൽ നിന്നും മരണപ്പെട്ടു പോയതിനെ നമ്മിൽ എത്ര ആളുകൾ പുനരുജ്ജീവിപ്പിക്കുന്നവരുണ്ട്? അയൽവാസികളോടുള്ള കടമകളിലാണെങ്കിലും മറ്റുള്ളവരോടുള്ള മറ്റു പെരുമാറ്റ കാര്യങ്ങളിലാണെങ്കിലും എല്ലാം എത്ര കണ്ട് നമ്മിൽ എത്ര ആളുകൾ ഖുറബാക്കളുടെ കൂട്ടത്തിലുണ്ട്. അല്ലദീന യുസ്ലിഹൂന മാ അഫ്സദന്നാസു മിൻ ബഅദി മിൻ സുന്നതി. വളരെ 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 കുറവ് എന്നല്ലാതെ നമുക്ക് ഇന്നയാള് അതിൽപ്പെട്ടവനല്ല, ഇന്നയാള് ഖുറബാക്കളാണ്, നബിയുടെ സുന്നത്ത് വളർത്തുന്നവനാണ്, അതിനെ ജീവിപ്പിക്കുന്നവനാണ് എന്ന് ഈ പറയപ്പെട്ട ഏതെങ്കിലും കാര്യങ്ങളിൽ നമുക്ക് പറയാൻ കഴിയുമോ? ആരെങ്കിലും ഒരാളെ ചൂണ്ടി. അത്ര കണ്ട് സഹോദരങ്ങളെ, ദീനിനോടുള്ള നമ്മുടെ ബന്ധവും ദീനനുസരിച്ച് ജീവിക്കുന്നതിനുള്ള നമ്മുടെ താല്പര്യങ്ങളും നഷ്ടപ്പെട്ടു. പിന്നെ നാമൊക്കെ ഇങ്ങനെ, ഞാനടക്കമുള്ള ആളുകളുടെ കാര്യമാണ് ഈ പറയുന്നത്, ഒരു ലേബലിൽ ഇങ്ങനെ അങ്ങ് പോവുകയാണ്. ചോദിച്ചാൽ എൻ്റെ പേര് അല്ലെങ്കിൽ നമ്മുടെ പേര് ഒക്കെ മുസ്ലിമിൻ്റെ പേരാണ്. കർമ്മപരമായി വിശ്വാസപരമായി നാം ഒന്ന് തുലനം ചെയ്തു നോക്കിയാൽ ഈ പറയപ്പെട്ട കാര്യങ്ങളുമായി നമുക്കൊരു ബന്ധവുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബികളോട് പറഞ്ഞു, ഇന്നഹ്ബബ്തും അയ്യുഹിബ്ബകുമുല്ലാഹു വറസൂലു, അള്ളാഹുവും റസൂലും നിങ്ങളെ ഇഷ്ടപ്പെടണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, ഇഷ്ടമുണ്ടെങ്കിൽ, ഫഅദ്ദു ഇദാ തുമിനൻതും വസ്ദുഖു ഇദാ ഹദ്ദസ്തും വഅഹ്സിനു ജിവാറ മൻ ജാറക്കും. ഫഅദ്ദു, നിങ്ങൾ വീടുക, ഇദാ തുമിനൻതും, നിങ്ങളെ വിശ്വസിച്ചേൽപ്പിച്ച സമ്പത്ത് അല്ലെങ്കിൽ വസ്തു. ഒരാൾക്ക് ദാരിദ്ര്യം വന്നു, വിഷമാവസ്ഥ വന്നു, പ്രയാസപ്പെട്ട അവസരത്തിൽ അവൻ ചോദിച്ചു, എടോ 1000 രൂപ വായ്പ തരുമോ, 5000 തരുമോ, അല്ലെങ്കിൽ 10,000 തരുമോ? അവൻ പറഞ്ഞു, തരാം, പക്ഷെ ഞാൻ ഇന്ന ആവശ്യത്തിന് വച്ചിരിക്കുന്നതാണ്, നീ എനിക്കതിൻ്റെ ഡേറ്റ് വരുമ്പോൾ ഞാൻ നിന്നോട് ആവശ്യപ്പെടുമ്പോൾ നീ എനിക്കത് തരാം എന്ന ഗ്യാരണ്ടി ഉറപ്പിന്മേൽ അവൻ ഇവന് കൊടുത്തു.
വിശ്വസിച്ച് ഇങ്ങോട്ട് കൊടുത്തതാണ്. ആ ഡേറ്റ് വന്നപ്പോൾ ഇവൻ ചോദിച്ചു. അപ്പോൾ അവൻ തരാമെന്ന് പറഞ്ഞു, കൊടുത്തില്ല. പല പ്രാവശ്യമായി. പിന്നെ ഫോൺ എടുക്കുന്നില്ല, കണ്ടാൽ മാറി നടക്കുന്നു. ചുരുക്കി പറയട്ടെ, ഈ 10,000-ഉം 1,00,000-ഉം അന്ന് കൊടുത്ത സഹായിച്ച മനുഷ്യനാണ് ഈ ഭൂമിയിൽ, ഈ നാട്ടിൽ, ഈ ഭൂമിയിൽ അവന് ഏറ്റവും വലിയ ശത്രു. വിശ്വസിച്ചേൽപ്പിച്ചത് തിരിച്ചു കൊടുക്കില്ല എന്നത് വ്യാപകമായില്ലേ? ഉറബാക്കൾക്കാണ് സന്തോഷം എന്ന് പറഞ്ഞതും, ദീൻ ഗരീബായിക്കൊണ്ടാണ് വന്നതും, ഗരീബായിക്കൊണ്ട് തന്നെ തിരിച്ചു പോകും എന്ന് നബി പറഞ്ഞതും വളരെ കൃത്യമായില്ലേ? ഈ മേഖലയിലും എല്ലാ മേഖലയിലും. വസ്തുക്കു ഇദാ ഹദ്ദസ്തും, നിങ്ങൾ സംസാരിക്കുമ്പോൾ സത്യം പറയുക, കളവ് പറയരുത്, നേര് മാത്രം പറയുക. സഹോദരങ്ങളെ, പല കാര്യങ്ങളിലും നമ്മളിൽ എത്ര പേരുണ്ട് ഈ വിഷയത്തിലും സത്യം പറയുന്നവർ? ഫോൺ ചെയ്യുക, നീ ഇപ്പം എവിടെയാ? അവന് നേര് പറഞ്ഞാൽ ഒരു തടസ്സവുമില്ല. അവൻ പറയും, ഞാൻ വേറെ എവിടെയെങ്കിലും, ഏതെങ്കിലും ഒരു സ്ഥലത്തിൻ്റെ പേര് പറയും. ചെറിയ ഒരു ഉദാഹരണം, ഇങ്ങനെ 100,000 കളവുകളാണ്. അതിനുശേഷം ഉടനെ അവൻ ബാങ്ക് കേൾക്കുന്നു, ഉടനെ പള്ളിയിൽ വരുന്നു, നിസ്കരിക്കുന്ന ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ അങ്ങ് പോകുന്നു, കന്നാലി പോകുന്നത് പോലെ. വാഹ്സിനു ജിവാറ മൻജാറക്കും, നിങ്ങളുടെ അയൽവക്കത്തുള്ളവരോട് ഇഹ്സാൻ, നല്ല നിലയിലുള്ള പെരുമാറ്റം നിങ്ങളിൽ നിന്നും ഉണ്ടാവുക. എന്നാൽ നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിച്ചു, റസൂലിനെ സ്നേഹിച്ചു എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളെ പറഞ്ഞു പഠിപ്പിക്കുക. സഹോദരങ്ങളെ, ഇത് നമുക്കുള്ള ഉപദേശങ്ങളാണ്. അവരങ്ങനെയായി, നബിയോടൊപ്പം ചേർന്ന് നബിയുടെ സഹവാസത്തിൽ അവരങ്ങനെയായി മാറി. ഇത് നമുക്കുള്ള ഉപദേശങ്ങളായിക്കൊണ്ടാണ് അള്ളാഹു ഖുർആനിലൂടെയും തിരുസുന്നത്തിലൂടെയും ഇത് നമ്മെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്ക് എത്ര ആളുകൾക്ക് ഇങ്ങനെ ഒന്ന് മാറാൻ കഴിയുന്നുണ്ട്? ഇബ്രാഹിം ഇബ്നു അദ്ഹം ഒരു വലിയ പണ്ഡിതൻ. അദ്ദേഹത്തോട് ആളുകൾ ചോദിച്ചു, ഞങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് മറുപടി ലഭിക്കുന്നില്ല. വേണി ഇപ്പം നമ്മളെയൊക്കെ കൂട്ടിക്കോ, എത്ര ദുആ ചെയ്യണത് പല കാര്യങ്ങൾക്കും, മറുപടി നമുക്ക് ലഭിക്കുന്നില്ല. എന്താണ് അതിൻ്റെ കാരണം? അദ്ദേഹം പറഞ്ഞു, ലിഅന്നകും അറഫ്തുമുല്ലാഹ ഫലം തുതിഉഹു, അള്ളാഹു ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം, അള്ളാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചതെന്ന് നിങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട്, പക്ഷേ അള്ളാഹുവിനെ നിങ്ങൾ ഇതാഅത്ത് അനുസരിക്കുന്നില്ല. വഅറഫ്തുമുർ റസൂല ഫലം തത്തബിഉ സുന്നതഹു, റസൂലിനെയും നിങ്ങൾ വിശ്വസിക്കുന്നു, നിങ്ങൾ അംഗീകരിക്കുന്നു, പക്ഷേ നബിയുടെ ചര്യയെ നിങ്ങൾ തുടരുന്നില്ല. വഅറഫ്തുമുൽ ഖുർആന ഫലം തഅമലു ബി, ഖുർആനിനെയും നിങ്ങൾ അംഗീകരിക്കുന്നു, നിങ്ങൾ ഓതുന്നു, പക്ഷേ ഖുർആനിലുള്ളതനുസരിച്ച് നിങ്ങൾ അമല് ചെയ്യുന്നില്ല. വാഖത്തും നിഅമല്ലാഹ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളാണ് നിങ്ങൾ ഭക്ഷിക്കുന്നത്, കുടിക്കുന്നത്, ശ്വസിക്കുന്നത്, അനുഭവിക്കുന്നത്, പക്ഷേ വലം തുഅദ്ദു ശുക്റഹു, അതിന് നന്ദി നിങ്ങൾ തിരിച്ച് ചെയ്യേണ്ടതുപോലെ ചെയ്യുന്നില്ല. വഅറഫ്തുമുൽ ജന്ന, സ്വർഗമുണ്ടെന്ന് നിങ്ങൾക്കറിയാം, നിങ്ങൾ വിശ്വസിക്കുന്നു, ഫലം തഅമലു ലഹാ, സ്വർഗത്തിന് വേണ്ടി കർമ്മങ്ങളൊന്നും നിങ്ങൾ ചെയ്യുന്നില്ല. വഅറഫ്തുമുൻ നാർ, നരകത്തെയും നിങ്ങൾക്കറിയാം, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, ഫലം തഹ്റുബു മിൻഹാ, നരകത്തിൽ നിന്നും നിങ്ങൾ ഓടിയകലാനുള്ള ഒരു പരിശ്രമവും ചെയ്യുന്നില്ല. എന്നാലോ വഅറഫ്തുമു ശൈത്താൻ, ശൈത്താൻ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം, അവൻ നിങ്ങളുടെ ശത്രുവാണെന്നറിയാം, നിങ്ങളെ പിഴപ്പിക്കുന്നവനും നശിപ്പിക്കുന്നവനുമാണെന്നൊക്കെ നിങ്ങൾ പറയും, നാഴികക്ക് 40 വട്ടം. പക്ഷേ ഫലം തുഹാരിബൂഹു വവാഫഖ്തുമുഹു, ശൈത്താൻ്റെ കൂട്ടുകൂടാനാണ് നിങ്ങൾക്ക് താല്പര്യം, അവനോട് എതിർത്ത് നിൽക്കാൻ നിങ്ങൾ താല്പര്യം കാണിക്കാറേയില്ല. വഅറഫ്തുമുൽ മൗത്ത്, മരിക്കുമെന്നും നിങ്ങൾക്കറിയാം, എന്നിട്ടോ ഫലം തസ്തഇദ്ദൂ ലഹു, മരണത്തിനു വേണ്ടി തയ്യാറാകാൻ നിങ്ങൾ റെഡിയല്ല. വദഫൻതുമുൽ അംവാത്, ദിവസവും 2, 3, 4, 5 ഒക്കെ മയ്യത്തുകളെ നിങ്ങൾ ഖബറടക്കുകയും ചെയ്യുന്നുണ്ട്. ഫലം തഅ്തബിറു, അതുകൊണ്ടൊന്നും ഒരു ഉപദേശവും, ഒരു ചാഞ്ചാട്ടവും, ഒരു ചലനവും നിങ്ങളുടെ ഹൃദയത്തിനുണ്ടാകുന്നില്ല. പണ്ട് വാരിയിട്ട് നിങ്ങളിഞ്ഞ് പോരുന്നു. തറക്തും അയ്യൂബക്കും, നിങ്ങൾ നിങ്ങളുടെ പോരായ്മകളെ നിങ്ങൾ ഉപേക്ഷിക്കുന്നു, അതിൽ മറച്ചു വെക്കുന്നു.
എന്നിട്ട് വസ്തകൽത്തും ബിഉയൂബിന്നാസ്, ആളുകളുടെ കുറ്റം എന്താന്ന് നോക്കിയാൽ നിങ്ങൾ നടക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു 5-10 കാര്യം വിശ്വാസികളെ നിങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ എങ്ങനെ ദുആക്ക് മറുപടി കിട്ടാനാണ് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചവരോട് പറഞ്ഞു. ഇതെല്ലാം ഇപ്പം എന്നോടും നമ്മളോടും ഒക്കെയുള്ള ചോദ്യങ്ങളും മറുപടിയുമാണിതെല്ലാം. അതുകൊണ്ട് അള്ളാഹുവിനെ അനുസരിക്കുക, റസൂലിനെ അനുസരിക്കുക. അപ്പോൾ നിങ്ങൾ നബിമാരോടൊപ്പവും സുദ്ദീഖുകളോടൊപ്പവും ശുഹദാക്കൾ സ്വാലിഹുകളോടൊപ്പവും ആയിരിക്കും. അവരാണ് നല്ല കൂട്ടുകാരെന്ന് അന്നിസ അധ്യായത്തിൽ അള്ളാഹു പറഞ്ഞ ആ ഗണത്തിൽ നമുക്ക് പെടാൻ കഴിയണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാ മുസ്ലിങ്ങളെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനസ്തഹ്ദീഹി വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الناس أوصيكم وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما كان قول المؤمنين إذا دعوا إلى الله ورسوله ليحكم بينهم أن يقولوا سمعنا وأطعنا وأولئك هم المفلحون. സ്നേഹം ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കൃത്യമായി പാലിച്ച് തഖ്വയോടുകൂടി ജീവിക്കാൻ കഴിവിൻ പരമാവധി പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്യുന്നു. ഇമാം മുസ്ലിം റഹിമഹുല്ലാ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞതായി കാണാൻ കഴിയും. ലാ അദ്വ വലാ തിയറത വലാ ഹാമത വലാ സഫറ വലാ നൗഅ വലാ ഊല. ആളുകളിലുള്ള തെറ്റായ വിശ്വാസങ്ങളെ നന്നാക്കിയെടുക്കുന്നതിന് വേണ്ടിയാണ് എല്ലാ പ്രവാചകന്മാരെയും അള്ളാഹു നിയോഗിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അവരുടെ പ്രവർത്തനങ്ങൾ, കർമ്മങ്ങൾ എങ്ങനെയാണെന്ന് വ്യക്തമായി അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അക്കൂട്ടത്തിൽ പഠിപ്പിച്ചതിൽ അന്ന് നബി വരുമ്പോഴുള്ള ചില തെറ്റായ വിശ്വാസങ്ങൾ ജാഹിലി കാലഘട്ടത്തിലുള്ള ആളുകൾക്കുണ്ടായിരുന്നു. അതിനെ തിരുത്തിക്കൊണ്ട് നബി പറഞ്ഞു, ലാ അദ്വ വലാ തിയറത. ലാ അദ്വ, രോഗം പകരുകയില്ല. വലാ തിയറത്ത, ശകുനം അല്ലെങ്കിൽ അവലക്ഷണം ഇല്ല. വലാ ഹാമത്ത, ഹാമത്തും ഇല്ല. അതായത് ഏതെങ്കിലും പക്ഷികൾ അതിൻ്റെ കൂവൽ അല്ലെങ്കിൽ അതിൻ്റെ ഒച്ചപ്പാട് കൊണ്ട് ഇന്നത് സംഭവിക്കും എന്ന തെറ്റായ ധാരണ അന്നുണ്ടായിരുന്നു, അത് ഇല്ല. വലാ സഫറ, നാം ഇപ്പോഴുള്ള ഈ സഫർ മാസത്തിന് ഒരു അവലക്ഷണവും ഒരു ദുർലക്ഷണവും സഫറിനും ഇല്ല. വലാ നൗഅ, നക്ഷത്ര രാശിയിൽ നോക്കിക്കൊണ്ട് രാശി തീരുമാനിക്കുന്ന രീതികളും ഇല്ല. വലാ ഗൂല, പൈശാചികമായ യാത്ര പുറപ്പെടുമ്പോൾ ഇന്നത് കണ്ടാൽ പൈശാചികതയിൽ പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് യാത്ര മുടക്കുന്ന സമ്പ്രദായം അവർക്കുണ്ടായിരുന്നു, അതും ഇല്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പഠിപ്പിക്കുകയാണ്. അത് പഠിച്ചു വന്ന സ്വഹാബികളിൽ നിന്നും പകർന്നു വന്ന് പിൽക്കാലത്തേക്ക് അത് വന്നപ്പോഴേക്കും അതിൽ മാറ്റത്തിരുത്തലുകൾ ഉണ്ടായി. പലതിലും പലതുമുണ്ട് എന്ന് ആളുകളെ തെറ്റായ നിലയിൽ വിശ്വസിപ്പിക്കുന്ന പിഴച്ച വിശ്വാസങ്ങളും ഇതിൻ്റെ പേരിൽ കടന്നു വന്നു ഇസ്ലാമിൻ്റെ ഉള്ളിലേക്ക്. ശകുനമുണ്ട്, അല്ലെങ്കിൽ നെഹ്സുണ്ട്, സഫറിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല,
മുഹറം അതിൻ്റെ 1 മുതൽ 10 വരെ ഒന്നിനും കഴിയില്ല, നല്ലതല്ല എന്നൊക്കെയുള്ള തെറ്റായ ധാരണകൾ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇത് വിശ്വാസപരമായി ഗുരുതരമായ തെറ്റാണ്. നബി പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, അത്തിയറത്തു ശിർക്കുൻ, അവലക്ഷണവും ദുർലക്ഷണവും ശകുനവും നെഹ്സും ഒക്കെ ശിർക്കിൽപ്പെട്ടതാണ്. അതായത് അള്ളാഹുവിൽ നിന്നല്ല ഇവകളൊക്കെ സംഭവിക്കുന്നത്, ഞാൻ ഇങ്ങനെ പോയത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ ഇറങ്ങിയപ്പോൾ ഇന്ന ജീവി വട്ടം കടന്നത് കൊണ്ടാണ്, പൂച്ചയോ കാക്കയോ ഉപ്പനോ കോഴിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആകട്ടെ, അല്ലെങ്കിൽ ഇന്ന പക്ഷിയുടെ കൂവല് കേട്ടത് കൊണ്ടാണ് കുട്ടിക്ക് പനി പിടിച്ചത്, അല്ലെങ്കിൽ സഫർ മാസത്തിൽ ഇന്നിന്ന കാരണം കൊണ്ടാണ്, സഫറിലെ നിലാവ് നേരിട്ട് കാണാനേ പാടുള്ളൂ, മറഞ്ഞ് കാണാൻ, ഇങ്ങനെയുള്ള കുറേ അന്ധവിശ്വാസങ്ങൾ ഈ സമൂഹത്തിലേക്ക്, മുസ്ലിങ്ങളിലേക്ക് കടത്തി നമ്മുടെ വിശ്വാസത്തെ തകർത്ത് തരിപ്പണമാക്കി പല പിഴച്ച കക്ഷികൾ മുഖേന. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ ഒന്നില്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂലാ പഠിപ്പിക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബികളോട് നബി പഠിപ്പിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെയൊന്ന് തോന്നിയാൽ, അല്ലാഹുമ്മ ലാ യഅതി ബിൽ ഹസനാതി ഇല്ലാ അന്ത വലാ യദ്ഫഉ സയ്യിആതി ഇല്ലാ അന്ത വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബിക അല്ലാഹുമ്മ ലാ ഖൈറ ഇല്ലാ ഖൈറു വലാ ത്വയ്റ ഇല്ലാ ത്വയ്റു വലാ ഇലാഹ ഗൈറു. അള്ളാഹു, നീ തന്ന നന്മയല്ലാതെ ഒരു നന്മയുമില്ല, നീ തന്ന ബുദ്ധിമുട്ടല്ലാതെ ഒരു ബുദ്ധിമുട്ടുമില്ല, നീയല്ലാതെ ആരാധനക്കർഹനില്ല എന്ന് പറയാനാണ് പഠിപ്പിച്ചത്. എന്തെങ്കിലും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇതൊക്കെ മനുഷ്യ സഹജമാണ്, ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. നന്മകൾ അതും സംഭവിക്കും, അതും ഇതും എല്ലാം. വൽ ഖദ്രി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. ഇതാണ് വിശ്വാസിയുടെ അടിസ്ഥാന വിശ്വാസം. നന്മയാകട്ടെ തിന്മയാകട്ടെ, രോഗമാകട്ടെ ആരോഗ്യമാകട്ടെ, ദാരിദ്ര്യമാകട്ടെ സുഖ അവസ്ഥയാകട്ടെ സമ്പന്നതയാകട്ടെ, അപകടമാകട്ടെ അല്ലാത്തതാകട്ടെ, എല്ലാം അള്ളാഹുവിൽ നിന്നുള്ളത് മാത്രമാണ്. അല്ലാഹുമ്മ ലാ യഅതി ബിൽ ഹസനാത്ത്, അള്ളാഹുവിൻ നന്മ കൊണ്ടുവരുന്നവൻ ഇല്ലാന്ത നീയല്ലാതെ ഇല്ല. വലാ യഅതി ബിസ് സയ്യിഅ, തിന്മ കൊണ്ടുവരുന്നവനോ ഇല്ലാന്ത നീയല്ലാതെ ഇല്ല. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബിക, എന്തിനും ഏതിനും കഴിവും ശക്തിയും തൗഫീഖും അള്ളാഹുവേ നിന്നിൽ നിന്നല്ലാതെ ഇല്ല എന്ന് പറയാനാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. പക്ഷേ ഇതിന് വിരുദ്ധമായിക്കൊണ്ട് അതുണ്ട് ഇതുണ്ട് ശകുനമുണ്ട് എന്ന് നമ്മുടെ ഇസ്ലാമിക സ്ഥാപനങ്ങളുടെ പോലും കലണ്ടറുകളിൽ എഴുതി വച്ചിരിക്കുന്നു. വെള്ളി നെഹ്സാണ്, മുഹറം ഇത്ര ദിവസം നെഹ്സാണ്, സബർ മൊത്തം പോക്കാണ്, അല്ലെങ്കിൽ ഇന്നിന്ന ദിവസങ്ങളെല്ലാം കുണക്കേടാണ് എന്ന അന്ധവിശ്വാസങ്ങൾ രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണത് പറയുകയും ചെയ്യുന്നു. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, അങ്ങനെ ഒന്നും അള്ളാഹുവോ റസൂലോ പഠിപ്പിച്ചതിൽ പെട്ടതല്ലെന്ന് മാത്രമല്ല, അതെല്ലാം നമ്മെ നരകത്തിലേക്ക് എത്തിക്കുന്ന വിശ്വാസത്തിലേക്ക് കൊണ്ടുപോകുമെന്ന അത്വയ്യറത്തു ശിർക്കുൻ എന്ന് പറഞ്ഞതിൽ നിന്നും റസൂൽ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് കൃത്യമായ നല്ല വിശ്വാസവും നല്ല കർമ്മവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി നല്ല മുസ്ലിങ്ങളായി നല്ല മുഅ്മിനുകളായി മാറാൻ അള്ളാഹു നമുക്കും എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്.